ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റെന്ന് കണ്ടെത്തി. പോറ്റി തനിക്ക് സ്വർണം വിറ്റുവെന്ന് കർണാടക ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം പോറ്റിയുമായി തെളിവെടുപ്പിന് അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ പള്ളിക്കത്തോട് സ്വദേശി വാസുദേവന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കേസിൽ റിമാൻഡിലായ ബി മുരാരി ബാബുവിന്റെ വീട്ടിൽ SIT പരിശോധന നടത്തി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം പോയിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം ഒരാൾക്ക് വിറ്റു. അതായത് ഗോവർദ്ധൻ എന്ന് പറയുന്ന ബെല്ലാരി സ്വദേശിയായിട്ടുള്ള സ്വർണ്ണ വ്യാപാരി, അദ്ദേഹത്തിനാണ് 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിപണി വിലയ്ക്ക് കൈമാറിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഗോവർദ്ധനിൽ നിന്ന് മൊഴിയായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 2012-13 കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ബാംഗ്ലൂരിൽ വെച്ച് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഈ ഗോവർദ്ധനൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിയെ പരിചയപ്പെടുന്നത് ശബരിമലയിലെ പൂജാരി എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുന്നത്. സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ അദ്ദേഹത്തിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തുകയും മൊഴിയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. 2025 ഈ സ്വർണ്ണപ്പാളി കൈമാറിയതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ബോർഡ് വിലയിരുത്തുന്നതും. അക്കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അക്കാര്യം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. സമസ്ത ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ കൃത്യമായ മഹസർ തയ്യാറാക്കി 22 കിലോഗ്രാം ചെമ്പ്, അതിൽ 281 ഗ്രാം സ്വർണം എന്നൊക്കെ മഹസർ തയ്യാറാക്കി വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ ഒരു വീഴ്ച പറ്റി. എന്താണ് വീഴ്ച? സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അതൊരു വീഴ്ച തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് പോയിരിക്കുന്നത്. ഈ വിറ്റ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യമം അന്വേഷണ സംഘത്തിന്റെ. ഒപ്പം ഈ ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയും തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും കസ്റ്റഡിയിലുള്ള മുരാരി ബാബുവിന്റെ കോട്ടയം പെരുന്നയിലുള്ള വീട്ടിലും അന്വേഷണ സംഘം എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ സ്വർണ്ണപീഠം കൈമാറിയ വാസുദേവന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം പരിശോധന നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം വിവിധ രേഖകൾ അന്വേഷണ സംഘത്തിന് കൈമാറി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം സബ് ജയിലിലുള്ള മുരാരി ബാബുവിനെ ഇവർ തിരികെ എത്തിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതാണ്. തുടർന്നായിരിക്കും മുരാരി ബാബുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.